അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. അവസാനം നിങ്ങളുടെ ചിന്തകൾ പലതും വീഴാൻ തുടങ്ങുന്നു. ചില ഗൗരവമേറിയ കാര്യങ്ങളിൽ വിശദാംശങ്ങൾ ആവശ്യമായി വരുന്നു. പ്രശ്നത്തിന്റെ പരിഹാരം ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഈ വിശദീകരണം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഏരിസ് റൊമാൻസ്. ഇന്ന് അനുരാഗത്തിനായി ഏതു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരിക്കുക. കാരണം മുമ്പുള്ള അനുഭവങ്ങളെപ്പോലെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ഇനിയും വേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ദീർഘകാല സൗഖ്യവും സന്തോഷവും ലക്ഷ്യമിടുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശരിയായ പങ്കാളിയെ തിരഞ്ഞെടുക്കും. തുടക്കത്തിൽ ഗംഭീരരെന്ന് തോന്നുന്നവരെ തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം ഒരുപക്ഷെ പിന്നീട് അവർ നിങ്ങളെ വേണ്ടവണ്ണം ശ്രദ്ധിക്കുകയില്ല. ഏരിസ് കരിയർ. ഇന്ന് ഓഫീസിലെ അഭ്യൂഹങ്ങളും അപവാദങ്ങളും നന്നായി പ്രവർത്തിക്കും. ഇവയിൽ ചിലത് നിങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും ഇത്തരം കോലാഹലങ്ങളെയെല്ലാം അവഗണിക്കാൻ നന്നായി പ്രയത്നിക്കുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും അത് മോശമായി ചിത്രീകരിക്കാനും മാത്രമാവും ഉപകരിക്കുക. നിങ്ങൾ ഇന്ന് തൊഴിലിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെ മോശമായി കാണാൻ ശ്രമിക്കും. എന്നാൽ ആത്യന്തികമായി നിങ്ങളുടെ ആഗ്രഹവും ദൃഢനിശ്ചയവും നിങ്ങളെ ഉയരത്തിലെത്തിക്കും. നിങ്ങൾ ഇന്ന് ഓഫീസിൽ നിങ്ങളുടെ പിറകിൽ നടക്കുന്നതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. ഏരിസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുവാനായി ബാങ്കിൽ നിന്നും കുറച്ച് പണമെടുത്ത് എന്തെങ്കിലും വാങ്ങുക. അത് വളരെ വിലപിടിപ്പുള്ളതാകണമെന്നില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാൽ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊരു വിശ്രമമാകട്ടെ. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിന്റെ പാതയിലേക്ക് തിരിച്ചു വരാം. ഏരിസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾ പൊതുവെ ശാന്തനായിരിക്കും. മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രക്ഷുബ്ധനും മാനസിക പിരിമുറുക്കം വർദ്ധിച്ചവനുമാണ്. ഇന്ന് മാനസിക പിരിമുറുക്കം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ കുടുംബവും ഒന്നിച്ച് ആസ്വദിക്കണമെങ്കിൽ മനസ്സിനെ ശാന്തമായി വെച്ചേ പറ്റൂ. നിങ്ങൾ പ്രകടിപ്പിച്ച സ്വസ്ഥതയുടെ ആ പ്രതിച്ഛായയും പുതുതായി കണ്ടെത്തിയ ശാന്തിയും തമ്മിൽ ഇഴുകിച്ചേരുവാൻ ഉടൻ നിങ്ങൾക്കാകും. ടോറസ് ഓവർവ്യൂ. നിങ്ങൾ ദിവസം മുഴുവൻ ഭയത്തോടും അചഞ്ചലതയോടും ആയിരിക്കും. എന്തൊക്കെ കാരണങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് എന്ന് നിങ്ങളുടെ വികാരത്തെയും അതിനോടധികം പ്രതികരിക്കാതെ നിരീക്ഷിക്കുക. പ്രശ്നങ്ങൾ വരും പോകും. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സ്വയം വളരുക. ടോറസ് റൊമാൻസ്. പെട്ടെന്നുള്ള വികാര വിക്ഷോഭം മൂലം വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനെതിരെ ജാഗരൂകരായിരിക്കുക. ഇത് ബന്ധത്തിൽ കൂടുതൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുകയേ ഉള്ളൂ. വീട്ടിൽ ശാന്തി ഉണ്ടാക്കുവാനും പങ്കാളിയുമൊത്തുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുവാനുമുള്ള ദിനമാണ്. എന്തുതന്നെയായാലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നിങ്ങളുടെ ഈ ചീത്ത മൂടിനപ്പുറവും നിലനിൽക്കും. ടോറസ് കരിയർ. സഞ്ചാര മേഖലയിൽ ജോലി ചെയ്യണമെന്ന ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാൻ പറ്റിയ ഒരു ദിനമാണിന്ന്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണും കാതും തുറന്നു വയ്ക്കുക. ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഇന്ന് അവസരങ്ങളുടെ തള്ളിക്കയറ്റമായിരിക്കും. ട്രാവൽ ഏജൻസികൾ, എയർലൈൻസ് എന്നിങ്ങനെ പലരും നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതകൾ തെളിയിക്കും. ടോറസ് ഫൈനാൻസ്. ചില സാമ്പത്തിക കരാറുകൾ പൂർത്തീകരിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. സാമ്പത്തിക ഇടപാടുകളിൽ അമിത റിസ്ക് എടുക്കേണ്ടുന്ന ദിനമല്ലിന്ന്. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികൾ ഉപേക്ഷിച്ച് മെല്ലെ പണമുണ്ടാക്കുന്നതിലേക്ക് തിരിയുക. ടോറസ് ഹെൽത്ത്. ആരോഗ്യകാര്യത്തിൽ ഈയിടെയായി നല്ലതിനായുള്ള മാറ്റമുണ്ടാകും. അതിന് പ്രത്യേകിച്ച് കാണുവാനുമാകും. നിങ്ങളുടെ ആരോഗ്യം തികച്ചും നല്ല സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീർഘനേരവും കഠിനമായും ജോലി ചെയ്യുവാനാകുന്നു. അടുത്തിടെയായി ആരോഗ്യ സംബന്ധിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അധ്വാനിച്ച് അവ പൂർത്തീകരിക്കുവാനാകും. നിങ്ങളുടെ താഴ്ന്ന മാനസിക പിരിമുറുക്കവും ഉയർന്ന ഊർജ്ജസ്ഥിതിയും ഉപയോഗിച്ച് കുറച്ചു സമയം പ്രവർത്തനോന്മുഖമാക്കുക. ആനന്ദിക്കുക, കൂട്ടുകൂടുക. ജെമിനി ഓവർവ്യൂ. നിങ്ങളുടെ പ്രവൃത്തിയിലും ചുമതലയിലും ശ്രദ്ധിക്കുന്നതിനുള്ള ശക്തമായ പോയിന്റ് ഉന്നതിയായിരിക്കില്ല. നിങ്ങളുടെ അശുഭകരമായ മനസ്സ് നിങ്ങളെ പലതിൽ നിന്നും അശ്രദ്ധനാക്കും. എന്നാൽ അത്ഭുതകരമായി ഈ ദിവസത്തിന്റെ അവസാനം നിങ്ങളുടെ എല്ലാ ചുമതലകളും ചെയ്തു തീർക്കും. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്നും ദൂരത്തിലാക്കുക. എന്നാൽ ഇത് ഞങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം കാണാൻ ഇത് ഉപകരിക്കും. ജെമിനി റൊമാൻസ്. നിങ്ങളുടെ ബന്ധം തകരുന്നതായും നിങ്ങളിലെ തമാശകളുടെ അവസാനം എത്തിയിരിക്കുന്നതായും ഇന്ന് നിങ്ങൾക്ക് തോന്നും. കാര്യങ്ങൾ ഒന്ന് നന്നായി വിലയിരുത്തുക. എങ്കിൽ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയുവാനാകും.
ഒന്ന് ദീർഘശ്വാസം കഴിച്ച് നിങ്ങളുടെ പങ്കാളിയുടെ ഇച്ഛകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒത്തുപോകുന്ന ഒരു വഴി കണ്ടെത്തുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര മോശമല്ല. നേരെയാക്കിയെടുക്കുവാനായി നിങ്ങൾ കുറച്ച് സമയവും പ്രയത്നവും ചിലവഴിക്കണമെന്ന് മാത്രം. ജെമിനി കരിയർ. വാർത്താവിനിമയത്തിനുള്ള നിങ്ങളുടെ കഴിവ് ഇന്ന് അതിന്റെ ഉത്തുംഗത്തിലാണ്. വാക്കുകൾ ഭംഗിയായി എന്നും നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് തമാശകൾ നിറഞ്ഞ നിങ്ങളുടെ സംസാരം നിങ്ങളെ കൂടുതൽ ജനപ്രിയനാക്കും. നിങ്ങളുടെ ഈ കഴിവ് മൂലം ഇന്ന് ഓഫീസിൽ നിങ്ങളെ തേടി ഒരു അഭിമാനാർഹമായ പദ്ധതി ലഭിക്കും. ജെമിനി ഫൈനാൻസ്. ഇന്ന് പണം ഒഴുകുന്നു. പണ്ടെന്നോ ചെയ്ത ഒരു നിക്ഷേപത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ആദായം ലഭ്യമാകുന്നു. പണ്ട് ചെയ്തു മറന്നുപോയ ഒരു നിക്ഷേപത്തിൽ നിന്നും ഗുണം ലഭിക്കുന്നു. ഈ വാർത്ത ഒരു ആശ്ചര്യമായി നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷിക്കാത്ത പണലാഭത്തിൽ നിങ്ങൾക്ക് പുളകം കൊള്ളാം. ജെമിനി ഹെൽത്ത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നിടത്തെല്ലാം ചെറിയ ചെറിയ അപകടങ്ങൾ സൂചിപ്പിക്കപ്പെടുന്ന ഒരു ദിനമാണിന്ന്. അതുകൊണ്ട് വീട്ടിലും അടുക്കളയിലും ടിവിയുടെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പരിസരങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം പെരുമാറുക. ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ മേൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും അതുമൂലം നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിരലുകളെ ശ്രദ്ധിക്കുക. ക്യാൻസർ ഓവർവ്യൂ. മുതിർന്നവർ തരുന്ന ഉപദേശം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നിനക്ക് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും. തീർച്ചയായും അവരുടെ ഉപദേശം കൈക്കൊള്ളണം. എന്തെന്നാൽ ദൈവത്തെപ്പോലെ വന്ന് ഉപദേശിച്ച ആ ആളോടുള്ള കടപ്പാട് നീ പ്രകടിപ്പിക്കണം. ക്യാൻസർ റൊമാൻസ്. നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ നിങ്ങൾക്കിനി മറ്റൊരു പങ്കാളിയെ കണ്ടെത്താനാവുകില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചു വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് പുതിയ താല്പര്യമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. എന്നാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളത് തന്നെ എന്ന് മാനിക്കരുത്. എന്നാൽ ഇവർ ഒന്നുമില്ലെങ്കിലും വളരെ കാലമായി നിങ്ങൾ കുഴിച്ചുമൂടിയിരുന്ന ഒരു വികാരത്തിന് വീണ്ടും തിരികൊളുത്തും. ക്യാൻസർ കരിയർ. നിങ്ങൾ ഈ സമയം എല്ലാത്തിലും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ നായകസ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു. ഇത് ഇങ്ങനെ തന്നെ പോകാൻ അനുവദിക്കുക. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നീങ്ങും. എങ്കിലും നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളിലും ഒരു നേട്ടം വയ്ക്കുന്നതും എപ്പോഴെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പരിശോധിക്കുന്നതും ബുദ്ധിയായിരിക്കും. ക്യാൻസർ ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടത് ചെയ്യുവാൻ ഇന്ന് നല്ല ദിനമാണ്. നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും എളുപ്പത്തിൽ കൈവരിക്കുവാനായി വിശ്രമമില്ലാതെ പരിശ്രമിക്കുക. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുരോഗതിയുടെ പാതയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നേരിടുവാൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാവും. കൃത്യതയാർന്ന പ്ലാനിങ്ങിനോടൊപ്പം ശരിയായ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ എളുപ്പമാക്കും. ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം തേടാവുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന് ഒരു ശക്തി പകരും. അതുവഴി നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നേടുകയും ചെയ്യും. ക്യാൻസർ ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്കായി നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അമിത ജോലിഭാരവും വിഷമം പിടിച്ച ചില പ്രതിജ്ഞാബദ്ധതയും ചിലപ്പോൾ ജീവിതം ആസ്വദിക്കുവാനായി നമുക്ക് ലഭിക്കുന്ന സമയത്തെ പരിമിതപ്പെടുത്തുന്നു. അനാവശ്യ വേഗതയിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നും ഒന്ന് വിട്ടുനിൽക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാസ്ഥ്യം ആസ്വദിക്കാൻ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു. മനസ്സിനെ ഒന്ന് വെടുപ്പാക്കിയെടുക്കുവാൻ നിങ്ങൾ കുറച്ചു സമയം മാറ്റിവെക്കുക. ലിയോ ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായുള്ള ബന്ധം കുറെ കൂടെ മെച്ചപ്പെടും. സമയം ചിലവഴിച്ച് ഓരോരുത്തരുടെ കൂടെയും സന്തോഷിക്കുക. അത് നിങ്ങളുടെ അടുപ്പത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുക എന്നിവയിലൂടെ സൗഹൃദം വർദ്ധിപ്പിക്കും. ലിയോ റൊമാൻസ്. ഒരു യാത്ര പുറപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഇന്ന് സഫലമാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ഒരു ഡേറ്റിന് പോകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് സംസാരിക്കാനാകാത്തിടത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായി ചിന്തിച്ച് യാത്ര ഒന്നുകിൽ കോഫി ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഡ്രൈവോ ആക്കി മാറ്റുക. അങ്ങനെ നിങ്ങളുടെ പങ്കാളിയുടെ കൂട്ട് ആസ്വദിക്കുക. ഈ കൂട്ടുകൂടലിന്റെ ആകെയുള്ള ഉദ്ദേശം കുറച്ച് തമാശയും പരസ്പരം ഒന്നുകൂടി അടുത്തറിയലും മാത്രമായിരിക്കും. ലിയോ കരിയർ. അതികഠിനമായ പ്രയത്നത്താലും നേർമയായ ചർച്ചകളാലും നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ എതിരാളികളുടെയും നിങ്ങൾക്കെതിരായുള്ള മത്സരത്തിന്റെയും ശക്തി സമതുലിതമാക്കാൻ സാധിക്കും. നിങ്ങളുടെ തൊഴിൽ സംബന്ധിച്ച സദാചാര പെരുമാറ്റം ശക്തിയുള്ളതും നിങ്ങൾക്ക് അതിയായ ആഗ്രഹവും ഉള്ളതാണെന്ന് കാണാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ ഒരു തരത്തിലും തരം താഴ്ത്താൻ കഴിയില്ല. ലിയോ ഫൈനാൻസ്. ഈയിടെയായി പണത്തിന്റെ ചിലവ് വളരെ കൂടുതലാണ്.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം വരുന്നതിന് മുമ്പേ അത് ചിലവാകുന്നുവെന്ന് നിങ്ങൾ അറിയും. നിങ്ങളുടെ ചിലവുകളും വാങ്ങലുകളും ചുരുക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കവ ഒഴിവാക്കുവാൻ ആയേക്കില്ല, എങ്കിലും ചുരുക്കാനാകും. ഇന്ന് അത്യാവശ്യങ്ങൾക്ക് മാത്രം ചിലവാക്കുക. ആർഭാടങ്ങൾ ഒഴിവാക്കുക. അത്യാവശ്യങ്ങൾ തന്നെ ധാരാളമുണ്ട് താനും. ലിയോ, ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യ കാര്യക്രമത്തെ ഇന്ന് വീട്ടിനു വെളിയിൽ കൊണ്ടുപോകുക. കുറച്ച് ശുദ്ധവായുവും വ്യായാമവും നേടുക. വീടിന് പുറത്തിറങ്ങി കൂട്ടം കൂടിയുള്ള കളികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹികമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ വ്യായാമം ചെയ്യുവാനുള്ള നിങ്ങളുടെ ത്വര വർദ്ധിക്കും. സാമൂഹിക ഇടപെടലുകൾ നിങ്ങളുടെ മാനസിക നിലവാരം ഉയർത്തും. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരവുമാകും. വെർഗോ, ഓവർവ്യൂ. ഭൗതികമായ കാര്യങ്ങളും മാനസികമായ കാര്യങ്ങളും നേടുന്നതിന് പറ്റിയ ദിവസമായിരിക്കും ഇന്ന്. പുതിയ കഴിവും അറിവും സമ്പാദിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയോ ജോലിക്കാരനോ ആയാലും നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ മനസ്സിനെയും ചിന്തിക്കാനുള്ള കഴിവിനെയും കൂർമ്മമാക്കും. വെർഗോ, റൊമാൻസ്. ഈ ബന്ധത്തിന്റെ ആദ്യത്തിൽ നിങ്ങൾക്കത്ര താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും അനുരാഗബന്ധമാകുവാൻ സാധ്യതയുള്ള ഒരു പുതിയ പങ്കാളി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആദ്യത്തിൽ നിങ്ങളുടെ താല്പര്യമില്ലായ്മ വളരെ വ്യക്തമാണ്. എന്നാൽ പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ഈ കടുംപിടുത്തം മെല്ലെ മെല്ലെ കുറയുന്നു. ഈ വ്യക്തിയുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്കിനിയും ഉറപ്പില്ലെങ്കിൽ ഒരടുത്ത സുഹൃത്തിന്റെ ഉപദേശം തേടുക. വെർഗോ, കരിയർ. ഇന്ന് നിങ്ങളുടെ ഔദ്യോഗിക പാതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടുന്ന ദിനമാണ്. കാരണം ഔദ്യോഗിക രംഗത്തുണ്ടായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങളുടെ വേഗത കുറച്ചിരിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ഗുണത്തിനായി ഉപയോഗിച്ച് ജോലിയിൽ നിന്ന് നിങ്ങൾ എന്തു പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കുക. ഔദ്യോഗിക ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവെന്ന് തോന്നുന്നെങ്കിൽ ഒരു മാറ്റത്തെക്കുറിച്ചും ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങുക. വെർഗോ, ഫൈനാൻസ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്കൂളിലെ ഫീസ് വർദ്ധിച്ചതുകൊണ്ടല്ല, ഒരു ട്യൂഷൻ ഏർപ്പാടാക്കിയതുകൊണ്ടോ മറ്റോ ആണ്. അതിന് നല്ലൊരു തുക ചിലവായിരിക്കുന്നു. ഈ അധിക ചിലവിനെ നല്ലവണ്ണം പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് പകരം വയ്ക്കുക. വെർഗോ, ഹെൽത്ത്. ഇന്ന് കോപിഷ്ഠനാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം അമിത മാനസിക പിരിമുറുക്കം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ തിരിച്ചുവരവിന് കാരണമാക്കും. പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് എന്നും നിങ്ങളുടെ മനസ്സിൽ പിരിമുറുക്കം നിലനിർത്തുന്നു. ശരീരത്തിലും പിരിമുറുക്കമുണ്ടാക്കുന്ന സ്ഥിതികൾക്ക് അന്ത്യമുണ്ടാക്കുവാൻ ഇന്ന് ശ്രമിക്കുക. എങ്കിൽ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിക്കും. ലിബ്ര, ഓവർവ്യൂ. ഇന്ന് പുതിയ സൗഹൃദങ്ങൾ തുടങ്ങുന്നതിനുള്ള ദിവസമാണ്. ഔദ്യോഗികമോ സാമൂഹ്യപരമോ ആയ പല ബന്ധങ്ങൾക്കുമുള്ള ദിവസമാണ്. സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും ഇടയാകും. ഇന്ന് അതിന് നിങ്ങൾ മടി കാണിക്കരുത്. എന്നാൽ മടി കൂടാതെ നിങ്ങളുടെ ഇമെയിൽ വിലാസവും ഫോൺ നമ്പരും കൊടുക്കണം. ലിബ്ര, റൊമാൻസ്. ഒരു പുതിയ സുഹൃത്ത് ബന്ധമെന്നാൽ അതിന് ഇത്രയും സമയം വേണോ എന്നൊരു ശങ്ക ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങൾ ഒരു സുഹൃത്തിന്റെ സാമീപ്യം ആസ്വദിക്കുന്നുണ്ട്. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ആ ബന്ധം ഒരു സുഹൃബന്ധത്തിലും ഉപരിയായി അനുരാഗത്തിലേക്ക് പരിണമിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഒരു തോന്നലും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ പ്രതിക്രിയയെക്കുറിച്ച് കാണരുത്. വളരെ പ്രത്യേകമായ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം അതിന്റെ സ്വാഭാവിക വഴിയിലൂടെ തന്നെ പരിണമിക്കട്ടെ. ലിബ്ര, കരിയർ. അപകടങ്ങളെ നേരിടുന്നതിൽ നിങ്ങൾക്കുള്ള അഭിനിവേശവും റിസ്ക് എടുക്കുന്ന വ്യക്തിത്വവും നിങ്ങൾക്കിന്ന് വിജയം കൊണ്ടുവരും. നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യുവാൻ ഒരവസരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഈ മാറ്റം ഔദ്യോഗിക വിജയത്തിന്റെ പാതയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ നിങ്ങൾക്ക് ഒരവസരം നൽകും. ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുവാനായി സമ്മർദ്ദം നിറഞ്ഞ അവസരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ലിബ്ര, ഫൈനാൻസ്. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള അധിക പണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും അതിന്റെ അനുബന്ധ സാധനങ്ങൾക്കുമായി ചിലവാകും. ഇവ അത്യാവശ്യങ്ങളാകില്ല. നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്ക് താങ്ങുവാനാകുന്നതാണെന്നും അത് നിങ്ങളുടെ ബജറ്റിനെ തകിടം മറിക്കുന്നില്ലെന്നും ഉറപ്പാക്കുക. തിരഞ്ഞെടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. കാരണം നാളെ അത് കേടുവന്നാൽ നിങ്ങൾ ദുഃഖിക്കും. നിങ്ങളുടെ വരുമാനത്തിൽ കവിഞ്ഞ ചിലവരുത്. ലിബ്ര, ഹെൽത്ത്. ഭക്ഷണരീതികളിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റം നിങ്ങളുടെ ആരോഗ്യ പരിപാലന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കും. ഇത് നല്ല ഭക്ഷണത്തിനും വ്യായാമത്തിനുമായുള്ള സമയമാണതാണതിന് കാരണം. മോശം ആരോഗ്യസ്ഥിതിയിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ അമിത ഊർജ സമയത്തെ ശരിയായി വിനിയോഗിക്കുക. നല്ല ആരോഗ്യത്തിന്റെ ഈ സമയത്തെ ആനന്ദപൂർണമാക്കുക. ജീവിതം തരുന്ന നല്ലതെല്ലാറ്റിലും ആനന്ദിക്കുക. സ്കോർപിയോ, ഓവർവ്യൂ.
താങ്കളുടെ സാമൂഹിക രംഗത്തുള്ള കർമ്മങ്ങൾ ഇന്ന് ശരിക്കും മുന്നേറുന്നതായി താങ്കൾക്ക് കാണപ്പെടും. സുഹൃത്തുക്കളുമായി സമയം ചെലവിടുന്നതും ജോലി രംഗത്തുള്ള പുരോഗമനത്തിലും താങ്കൾ ആനന്ദിക്കും. വളരെ തിരക്കേറിയതും ഫലപ്രാപ്തി ഉളവാക്കുന്നതുമായ ഇത്തരം മേളകൾ ആനന്ദിക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സ്കോർപിയോ, റൊമാൻസ്. ഇന്ന് അനുരാഗത്തിൽ നിങ്ങൾക്ക് ചില തടസ്സങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും പരസ്പരം ഒത്തുപോകുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈയിടെ നിങ്ങൾക്ക് പരസ്പരം ഒരവിശ്വാസം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. വിശ്വസ്തനായ ഒരു നല്ല സുഹൃത്തിന്റെ സഹായം തേടുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഈ തടസ്സം വേഗം തരണം ചെയ്യും. തെറ്റുകുറ്റങ്ങൾ കാലക്രമേണ പൊറുക്കപ്പെടും. സ്കോർപിയോ, കരിയർ. ഇന്നു മുതൽ നിങ്ങളുടെ ഔദ്യോഗിക സ്വപ്നങ്ങൾ പൂവണിയുവാൻ തുടങ്ങും. എന്നിരുന്നാലും കഠിനാധ്വാനം കൈവിടാതെ ഇരിക്കുക എന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ വിജയങ്ങൾ കൂടുതൽ അധ്വാനിക്കുവാനുള്ള ഉത്തേജനമാകട്ടെ. സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരന്തരം അധ്വാനിക്കുക. സ്കോർപിയോ, ഫൈനാൻസ്. ഇന്ന് ദിനമൊഴുക്കെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുത്തുവാനായി ആവത് പരിശ്രമിക്കും. സാമ്പത്തിക കച്ചവടത്തിനായി ബജറ്റിംഗ് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ സാമ്പത്തിക കാര്യ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഓർഗനൈസർ ആയിരിക്കും ഇന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുവാനായി 1-2 പുതിയ സൂത്രങ്ങൾ കണ്ടെത്തുവാനായേക്കും. സ്കോർപിയോ, ഹെൽത്ത്. തീയിൽ നിന്നും വെടിക്കോപ്പുകളിൽ നിന്നും ചില അപകടങ്ങൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനത്തിൽ ഈ വക അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായി നിങ്ങൾ തീ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ തുടങ്ങിയ ആയുധങ്ങൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക. ഇതുകൂടാതെ ചൂടുള്ള വസ്തുക്കളുമായി ഇടപഴകുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കുക. ഈ വസ്തുക്കളെല്ലാം ഇന്ന് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനത്തിൽ ശരിയായ മുൻകരുതലുകൾ എടുക്കുക. സജിറ്റേറിയസ്, ഓവർവ്യൂ. നിങ്ങളുടെ തല ചെറിയ തോതിൽ വേദനിക്കുന്നതായും നിങ്ങളുടെ ശ്രദ്ധ വിവിധ ദിശയിലേക്ക് പോകുന്നതായും തോന്നിയേക്കാം. കഴിയുന്നത്ര നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംയമനത്തോടെ സമീപിക്കുക. സ്നേഹത്തോടെ നിങ്ങളുടെ കമ്പനിയിലെ സ്നേഹിതരുമായി പെരുമാറുകയും അതിലൂടെ സംയമനം പാലിച്ച കാര്യങ്ങൾ നേരായ വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. സജിറ്റേറിയസ്, റൊമാൻസ്. പരസ്പര ധാരണയുള്ളവരാണ് നിങ്ങൾ ഇരുവരുമെങ്കിലും ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ബന്ധം തീർത്തും രസകരമായിരിക്കും. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കുന്നതും സുന്ദരവുമായി തീരും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരു സമ്മാനം ലഭിക്കും. അത് നിങ്ങളെ വളരെ കാലം ഓർമ്മിക്കുകയും ചെയ്യും. കാരണം അത് ഒരു പ്രത്യേക അവസരം പ്രമാണിച്ച് നിങ്ങൾക്ക് ലഭിച്ചതാണ്. സജിറ്റേറിയസ്, കരിയർ. മെച്ചപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകുമ്പോൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ യോഗ്യനായ ഒരു തൊഴിൽ ഉപദേശകനെ ഇന്ന് കണ്ടെത്തണം. മികച്ചതും നന്നായി നിരീക്ഷിച്ച ശേഷം നൽകുന്ന ഉപദേശങ്ങളും മറ്റ് നൽകുന്നയാളാണ് അയാളെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് സമാധാനിക്കാം. സജിറ്റേറിയസ്, ഫൈനാൻസ്. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടാളിയുമായി കൂടി ആലോചിച്ച് മാത്രം എടുക്കുക. പണസഞ്ചി ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലായിരിക്കാം. എന്നിരുന്നാലും വീടിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണ്. കൂട്ടാളിയുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ക്ഷണിക്കുക. എന്നിട്ട് ഇരുവരും ചേർന്ന് കൂട്ടായി ഒരു തീരുമാനത്തിലെത്തുക. ഇത് നിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ ബുദ്ധി എന്നിവയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാക്കില്ല. സജിറ്റേറിയസ്, ഹെൽത്ത്. കണ്ണിന്റെ കാര്യത്തിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ആയാസവും ക്ഷീണവും കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് കാണുന്നു. ഒരു വിദഗ്ധന്റെ അഭിപ്രായം നിങ്ങൾ തേടുന്നത് നല്ലതായിരിക്കും. കാരണം കൂടുതൽ കാലമായുള്ള ഈ ബുദ്ധിമുട്ടുകൾ സ്ഥിരമായ തലവേദനയിലേക്ക് നയിക്കും. നേരത്തെ കണ്ടെത്തുന്നതുകൊണ്ട് കണ്ണിന്റെ ക്ഷീണം അകറ്റുവാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ആകും. കാപ്രിക്കോൺ, ഓവർവ്യൂ. ബന്ധങ്ങളിൽ കുറച്ച് തിരച്ചിലിന് സാധ്യത കാണുന്ന ദിനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടെ വിശ്വസ്തത കാണിക്കുവാനാകുന്നില്ലെങ്കിൽ ആ ബന്ധം ആദ്യം വേർപെടുത്താമെന്ന് ഉറപ്പുവരുത്തുക. കാപ്രിക്കോൺ, റൊമാൻസ്. ഇന്ന് പ്രത്യേകമായ ഒരു അവസരം ഉണ്ടാകും. അതിനാൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ആസ്വദിക്കുവാനായി പുറത്തുപോകും. പുറത്തു കടന്ന് പട്ടണം ഇളക്കി മറിക്കുക. ഈ മുഴുവൻ ദിവസവും പരസ്പര ഐക്യവും സന്തോഷവും നിറഞ്ഞതായിരിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിക്കുക. ഈ വിശ്രമവേളയും പങ്കാളിയുമൊത്തുള്ള ഈ സമയം നിങ്ങൾ അർഹിക്കുന്നതാണ്. കാപ്രിക്കോൺ, കരിയർ. ഓഫീസിൽ നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവരെയോ നിങ്ങളുടെ പദ്ധതികൾ അവതാളത്തിലാക്കി നിങ്ങളെ ചീത്തയാക്കുകയും അവർ നല്ലവരാണെന്ന് നടിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുകയും അവഗണിക്കാനും ശ്രമിക്കുക.
തുടർച്ചയായി നിങ്ങളുടെ ജോലിയിലെ ഏകാഗ്രത നശിപ്പിക്കുന്ന സഹപ്രവർത്തകരോടെ ജാഗ്രത പാലിക്കുക. അവർക്ക് കുടിലമായ ഉദ്ദേശം ഒന്നുമില്ലെങ്കിലും അവരുടെ സ്വാധീനം നിങ്ങളുടെ തൊഴിൽ രംഗത്തെ വിനാശമുണ്ടാക്കാൻ കഴിയും. Capricorn, finance. നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായി ഒരു വീട് വാങ്ങിക്കുന്നത് പരിഗണിക്കുന്നുവെങ്കിൽ ഉത്തമമായ സ്ഥലത്ത് എത്തുവാനുള്ള ദിനമാണിന്ന്. കഴിയാവുന്നത്ര ഇടങ്ങൾ ഇന്ന് ഇതിനായി സന്ദർശിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ തരത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തുവാൻ സഹായിക്കും. അതിനുശേഷം ആ വീടിന്റെ ചാവി കൈവശം വരുവാൻ വേണ്ട പദ്ധതികളുമായി മുന്നോട്ടു പോകുക. Capricorn, health. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു പരിക്കു പറ്റുവാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ടുതന്നെ മൂർച്ചയുള്ള ആയുധങ്ങളുമായി പെരുമാറുമ്പോൾ സൂക്ഷിക്കുക. മൂർച്ചയുള്ള കത്തിയെടുത്ത് അടുക്കളയിൽ പെരുമാറുമ്പോൾ പരിക്കു പറ്റുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിസ്ഥലത്തുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ എന്നിവയിൽ നിന്നും പരിക്കു പറ്റാം. കുറച്ചു കൂടുതൽ തന്നെ ശ്രദ്ധിക്കുക. Aquarius, overview. നിങ്ങളുടെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ലാഭം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറവായിരിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭത്തിലെത്തുവാൻ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പുനരാവിഷ്കരണം ചെയ്യേണ്ടതാണ്. Aquarius, romance. ഗ്രഹങ്ങൾ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മൂല്യത്തിന്റെ ശക്തി പകരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് അഭിപ്രായമോ ഉപദേശമോ ചോദിക്കുവാൻ മടിക്കരുത്. അവർക്ക് നിങ്ങൾക്ക് നല്ലത് വരണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനനുസരിച്ച വിവരങ്ങളെ നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവ നിങ്ങളും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും. പരസ്പരം ഇന്ന് കൂടുതൽ കരുത്ത് നൽകുക. Aquarius, കരിയർ. ഇന്ന് നിങ്ങൾക്ക് ചില പുതിയ പദ്ധതികൾ നൽകപ്പെടും. ഇത് പ്രാവർത്തികമാക്കുവാനായി നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയ പദ്ധതി നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള കഴിവിനെ മാത്രമല്ല ആത്മാർത്ഥതയും സമർപ്പണത്തെയും വെല്ലുവിളിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ കഴിവുകളും പുറത്തെടുക്കുക എന്നത് നിങ്ങളുടെ ഗുണത്തിനു മാത്രമായിരിക്കും. അതേസമയം മാനസികമായി ചുറുചുറുക്കോടെ ഇരിക്കേണ്ടതും ജോലിയിൽ സമർപ്പിക്കേണ്ടതും ആവശ്യമാണ്. ആത്മസംയമനവും സത്യസന്ധതയുമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം നേടിത്തന്നതെന്ന് ഓർക്കുക. Aquarius, ഫൈനാൻസ്. അധിക വരുമാനത്തിന്റെ രൂപത്തിൽ തിരിച്ചെത്തും. ഇന്ന് ജോലിസ്ഥലത്ത് ആവതിൽ നല്ലത് ചെയ്യുക. കാരണം ഇന്ന് എല്ലാ കണ്ണുകളും നിങ്ങളുടെ മേലാണ്. ഒരുപക്ഷെ നിങ്ങൾ അതറിയുന്നില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെ നിരീക്ഷിക്കുവാനും നിങ്ങളുടെ പ്രകടനങ്ങൾ നിരീക്ഷിക്കുവാനും കണ്ണുകളുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുന്നുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി നല്ലതുപോലെ ചെയ്യുക. ബാക്കിയെല്ലാം താനേ നന്നാകും. Aquarius, health. ആരോഗ്യകാര്യത്തിൽ ഇന്ന് നല്ല ദിനമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരിയായ കഴിവ് മനസ്സിലാക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവസരം നൽകുന്നു. പോഷക സംയുക്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വിനോദകരമായ കളികളിൽ ഏർപ്പെടുന്നതും തുടരുക. ഇത് നിങ്ങളുടെ സംവേഗശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നത് നിങ്ങൾ അറിയും. അത് നിങ്ങളുടെ മൂഡിന് ഗുണം ചെയ്യും. അത് മൊത്തത്തിൽ സുഖമുണ്ടെന്ന ചിന്ത നിങ്ങളിൽ വരുത്തും. ഇന്നത്തെ ദിനം ആസ്വദിക്കുക. Pisces, overview. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക. വിജയം സമീപസ്ഥമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിരുത്തി ഓർമ്മിച്ചതിനു ശേഷം പരീക്ഷയെ നേരിടുക. വിജയാശംസകൾ. Pisces, romance. ഇന്ന് നിങ്ങൾ സ്നേഹസമ്പന്നതയോടെ ഉള്ളതായും അനുരാഗം നിറഞ്ഞതായും കാണും. നിങ്ങളുടെ ബന്ധത്തിന് ശാന്തതയുടെ ഗുണമുണ്ടായിരിക്കും. ഇന്ന് നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയിൽ മധുരമുള്ള 4-5 വാക്കുകൾ ഓതുവാനാവും. തിരിച്ചും ലഭിക്കുന്ന മധുരമൂറ്റുവാനായും ഉപയോഗിക്കുക. നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പരാമർശിക്കുകയും നിങ്ങൾ എത്ര ദൂരം എത്തിയെന്ന് ആലോചിക്കുകയും ചെയ്യുക. Pisces, കരിയർ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ നല്ല ദിനമാണ്. നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മൂല്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകട്ടെ. ശുഭമായി ചിന്തിക്കട്ടെ. ശേഷം എല്ലാം സ്വയം ഫലപ്രാപ്തിയിലെത്തും. Pisces, ഫൈനാൻസ്. ചില അധിക ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ദീർഘകാല താൽപ്പര്യങ്ങൾ മനസ്സിൽ കരുതണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിർബന്ധിക്കാതെ തന്നെ കൂടുതൽ ജോലിഭാരം ഏൽക്കുക. നിങ്ങളുടെ ക്രിയാത്മകത നിങ്ങളുടെ ഔദ്യോഗികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കുക. ഏതൊരു പുതിയ വ്യാപാര പദ്ധതിയും പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധയോടുകൂടിയ പ്ലാനിംഗ്. Pisces, health. ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല സുഖം തോന്നുന്നു.
അതുകൊണ്ട് തന്നെ മോശപ്പെട്ടതൊന്നും പറയുവാനുമില്ല. ആരോഗ്യം ഏറ്റവും മെച്ചമായ അവസരങ്ങളിലാണ് നിങ്ങൾ. ഈ അവസ്ഥ ആസ്വദിക്കുക. പുറത്തിറങ്ങി ഒരു നടത്തമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കായിക വിനോദം. നിങ്ങളുടെ ഊർജ്ജ നിലവാരം ഏറ്റവും ഉന്നതിയിലാണ്, അതോടൊപ്പം നിങ്ങളുടെ മാനസിക നിലവാരവും.